പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപിയിൽ നിന്ന് മൈസൂറിലേക്കാണ് ഞങ്ങൾ പോയത്. സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലും മൈസൂർ പാലസും കാണണം. സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. നിയോ ഗോതിക് ശൈലിയിൽ 1936 ഇത് നിർമ്മിച്ചത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പള്ളിയുടെ അകവും പുറവുമൊക്കെ അതിമനോഹരമാണ്. ഏതോ വിദേശത്തുള്ള പള്ളിയാണോ എന്ന് തോന്നിപ്പോകും. വിശുദ്ധ ഫിലോമിനയുടെ നാമത്തിലുള്ള പള്ളിയാണിത്. വിശുദ്ധ ഫിലോമിന ശിശുക്കളുടെയും യുവാക്കളുടെയും രക്ഷാധികാരിയാണ്. ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്രീസിലെ ഒരു രാജാവിൻ്റെയും ഭാര്യയുടെയും മകളായിരുന്നു ഫിലോമിന. ആ രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ഏകദേശം 13 വയസ്സുള്ളപ്പോൾ ഫിലോമിന ക്രിസ്തുവിന് വേണ്ടി കന്യകാത്വ പ്രതിജ്ഞയെടുത്തു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഫിലോമിനയുടെ പിതാവിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവളുടെ പിതാവ് സമാധാനം അഭ്യർത്ഥിക്കാൻ കുടുംബത്തോടൊപ്പം റോമിലേക്ക് പോയി. ചക്രവർത്തി യുവ ഫിലോമിനയുമായി പ്രണയത്തിലായി. അവൾ തൻ്റെ ഭാര്യയാകാൻ വിസമ്മതിച്ചപ്പോൾ അവളെ നിരവധി പീഡനങ്ങൾക്ക് വിധേയയാക്കി. ഒടുവിൽ ചക്രവർത്തി അവളെ ശിരച്ഛേദം ചെയ്തു. യേശുവിൻ്റെ മരണത്തിനെന്ന പോലെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശിരച്ഛേദം നടന്നതായി പറയപ്പെടുന്നു. ഫിലോമിന എന്ന പേരിൻ്റെ അർത്ഥം വെളിച്ചത്തിൻ്റെ മകൾ എന്നാണ്. പള്ളിയും പരിസരവുമൊക്കെ അതിമനോഹരമാണ്. കുറേ അധികം സമയം ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞങ്ങൾ പുറത്തെത്തിയത്. ഇനി നമുക്ക് മൈസൂർ പാലസിലേക്ക് പോകാം. അംബവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണിത്. കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലെ 7 കൊട്ടാരങ്ങളിൽ ഏറ്റവും വലുതാണിത്. ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണം. പലതവണ ഈ കൊട്ടാരം പൊളിച്ചു പണിതിട്ടുണ്ട്. തടിയിൽ തീർത്ത കൊട്ടാരം അഗ്നിക്കിരയായതിനു ശേഷം 1897 നമ്മളിപ്പോൾ കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1932 നവീകരിച്ചു. രാത്രിയിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന കൊട്ടാരം അതിമനോഹരമായ കാഴ്ചയാണ്. മനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ചെരുപ്പുകളെല്ലാം പുറത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് വേണം കൊട്ടാരത്തിനകത്ത് കയറാൻ. നീണ്ടുകിടക്കുന്ന ഇടനാഴികകൾ, നിലമൊക്കെ ചിത്രപ്പണികൾ ചെയ്ത് ടൈലുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ആദ്യം നാം ചെല്ലുന്നത് കല്യാണ മണ്ഡപത്തിലേക്കാണ്. പളപള തിളങ്ങുന്ന കല്യാണ മണ്ഡപം നമ്മെ അതിശയിപ്പിക്കും. എവിടെ നോക്കിയാലും സ്വർണ്ണ നിറമാണ്. നല്ല തിരക്കുണ്ടകത്ത്. ഒരു രാജകൊട്ടാരം എന്ന് സങ്കല്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിരിയുന്ന മനോഹരമായ ചില ചിത്രങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ അതിജീവിക്കുന്ന കാഴ്ചകളാണ് മൈസൂർ പാലസ് നമുക്ക് നൽകുന്നത്. ഭിത്തിയിലെ പെയിൻറ്റിങ്ങുകളും നമ്മെ അത്ഭുതപ്പെടുത്തും. ദസറ ആഘോഷങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. കല്യാണ മണ്ഡപം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ചിത്രശാല കാണാം. രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും വിദേശ ഭരണാധികാരികളുടെ ചിത്രങ്ങളുമൊക്കെ നമുക്ക് കാണാം. പോകുന്ന വഴിക്കൊക്കെ ധാരാളം കണ്ണാടികളുണ്ട്. രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ചില കസേരകളും ചെറിയ മേശകളും ഒക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നിറയെ തൂണുകളുള്ള അതിവിശാലമായ ഒരു ഹോളിലേക്കാണ് പ്രവേശിക്കുന്നത്. നീല നിറത്തിൽ തിളങ്ങുന്ന തൂണുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. മൈസൂർ കൊട്ടാരത്തിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല നമുക്ക്. പുറത്തേക്ക് നോക്കിയാൽ മാർത്താണ്ഡവർമ്മ ഗേറ്റ് കാണാം. കൊട്ടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റ് മൈസൂർ പാലസിലെ ഏറ്റവും പ്രധാന ഗേറ്റാണ്. ദസറ ആനകളെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മാത്രമേ ഈ ഗേറ്റ് തുറക്കാറുള്ളൂ. അതിവിശാലമായ ദർബാർ ഹാളും അതിമനോഹരമാണ്. രാജകീയ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് ദർബാർ ഹാൾ.
എല്ലാം കണ്ട് മതിവരാതെ ആ മായാലോകത്ത് നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. മൈസൂർ തെരുവിലെ കുതിരവണ്ടികളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. ഈ മനോഹര യാത്ര ഇവിടെ തീരുകയാണ്. ഇനി ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂർ വഴി വയനാട്. എല്ലാ കാഴ്ചകളും കൺമുമ്പിലുണ്ട്. മടക്കയാത്രയിൽ ബസ്സിൽ ബഹളങ്ങളൊന്നുമില്ല. വീഗോ ട്രാവൽസിന്, പ്രസാദ് സാറിന്, ബസ്സിനെ നയിച്ച സാരഥികൾക്ക്, എല്ലാം കേട്ടിരുന്ന നിങ്ങൾക്കും ഒരുപാട് നന്ദി. പുതിയ യാത്രാവിശേഷങ്ങളുമായി വൈകാതെ കാണാം.